ഇനി ഇതിന്റെ അപ്പുറം വീട്ടിൽ ചേർന്ന എനിക്ക് എന്താ വിലയാണല്ലോ ഇനിനകത്ത് ചേർക്കട്ടെ അല്ല പുളി ഇഞ്ചി ഇതിന്റെ വില എന്നാ വീട്ടുകാരുടെ കഷ്ടപ്പാട് വണ്ടിക്ക് പവർ ഫോർച്യൂണർ എടുക്കത്തേ ഉള്ളൂ. ജീപ്പ് എടുക്കുകയാണെങ്കിൽ ഫോർച്യൂണർ അതെന്തുവാ അത് തമ്പുരാന് തമ്പുരാന് ആര് ആര് എന്തോ എന്നാന്നോ അടപ്പ് പോയെന്നോ എന്തുവാ കളഞ്ഞു ജീപ്പിനുള്ള പ്രശ്നം കുഞ്ഞിന്റെ ബാഗാന്നോ ആ എന്നാ മാമി പോട്ടെ മാമി മാമി പോയി എല്ലാം എടുത്തോണ്ട് വരട്ടെ. കുഞ്ഞോടെ ഇവിടെ താമസിക്കട്ടെ. എന്നാ വരാമേ. ഓക്കെ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുറെ താമസമായി ഇതിങ്ങനെ റെഡിയായി വരാൻ. അതിനായി പറഞ്ഞു. ആ ആ ഒരു വർഷമാവും. വന്ന വഴിക്ക് കുറച്ച് പച്ചക്കറി മീനും ഒക്കെ മേടിച്ചുകൊണ്ട് പോയി. ഇന്ന് കഞ്ഞിയും പയറുമായിരുന്നു ഉച്ചയ്ക്ക്. അതൊക്കെ ഇരിപ്പുണ്ടെന്ന് അമ്മ പറഞ്ഞ് എനിക്കത് മതി. ഇന്ന് വാങ്ങിച്ച മീന് ഒന്ന് തെരണ്ടിയും ഞാൻ കഴിച്ചിട്ടുള്ളത് ഒത്തിരി നാൾ മുമ്പേ. നമ്മൾ ആദ്യം താമസിച്ചിരുന്നിടത്ത് ഒരു തൊട്ടടുത്തൊരു ചന്തയുണ്ട്, ഓമല്ലൂർ ചന്ത. അവിടെ മിക്കപ്പോഴും ഈ തെരണ്ടി വരുമായിരുന്നു. അപ്പോഴൊക്കെ വാങ്ങിച്ച് അത് കുഞ്ഞു തെരണ്ടികൾ ഇങ്ങനെ നമുക്ക് ഒന്നായിട്ട് ഓരോ പീസ് ഓരോ തെരണ്ടിയായിട്ട് വാങ്ങിച്ച് അങ്ങനെയൊക്കെ കറി വെച്ച് അന്ന് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ വന്നതൊക്കെ ഇവിടെയൊന്നും ഞാൻ ആ മീൻ അങ്ങനെ കണ്ടിട്ടുമില്ല, കഴിച്ചതായിട്ട് ഓർക്കുന്നില്ല. ഇന്ന് മീൻ മേടിക്കാൻ ചെന്നപ്പോൾ അവിടെ വലിയ തെരണ്ടി ഇങ്ങനെ കഷ്ണിച്ച് വെച്ചേക്കുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ കേര മേടിച്ച് 1/2 കിലോ തെരണ്ടി 1/2 കിലോ കേര അങ്ങനെ വാങ്ങിച്ചത്. മേലെ കുട്ടിയിട്ടേക്കോ, ആന കുട്ടിയിട്ട് മീൻ മേടിച്ചു. പിന്നെ തക്കാളി ഉരുളക്കിഴങ്ങും എല്ലാം തീർന്നിരിക്കുമായിരുന്നു. അതും ക്യാരറ്റും ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഇങ്ങോട്ട് പോരും. വേറെ ബെഡ്ഷീറ്റ് എടുത്തോ? ഇല്ല, എടുത്തോ. കുളിച്ച് ജലിച്ച് വരാൻ 2-3 പ്രിയങ്ങളെ വിളിച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ കുളിക്കാൻ പോകും. ഇന്നും തലവേദനയായിരുന്നു. ആവശ്യമില്ലാത്ത ചിന്തകൾ തലയിൽ കയറുന്നത് കൊണ്ടായിരിക്കും. ആവശ്യമില്ലാത്ത ഒന്നും അല്ല കേട്ടോ, ആവശ്യമുള്ളത് കൊണ്ട്. എന്തുവായാലും ചിന്തകൾ ഇങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട്
തളർത്തിക്കളി. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് ഇന്നും തലവേദനയായിരുന്നു. ഞാൻ പിന്നെ മരുന്നൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് അടുത്ത മാസമാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, തലവേദനയുടെ വിഷയം പറഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ഈ MRI പറയും. MRI എടുക്കുന്ന പോലെ പേടിയുള്ള ഒരു വിഷയം എനിക്കില്ല. ഭയങ്കര പേടിയാണ് എനിക്ക് ആ മെഷീനകത്ത് കയറി കിടക്കാൻ. അത്രയും നേരം കിടക്കണം. അതിൻ്റെ കൂടെ ഈ ശബ്ദം, അയ്യോ, എനിക്ക് ഓർക്കാൻ വേണ്ടി ഭയങ്കര വെപ്രാളം എടുക്കും. അതാണ് പ്രശ്നം. അമ്മ എനിക്കൊരു യേശുവിൻ്റെ ഒരു ഫോട്ടോ കൊണ്ടുവന്നായിരുന്നേ. അതമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരു ഫോട്ടോ, എന്തോ ഒരു പ്രത്യേകതയുള്ള ഒരു ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടു തന്നതാണ്. പള്ളിയിൽ നിന്ന് കൊണ്ട് കൊടുത്തതാണ്. അപ്പോൾ അത് നമ്മളവിടെ താമസിച്ചിരുന്നപ്പോഴേ എൻ്റെ കൊണ്ടു തന്നിട്ട് പറഞ്ഞായിരുന്നു അത് നമുക്ക് ഇവിടെ വെക്കണമെന്ന്, വീട് വാങ്ങിക്കുമ്പോൾ വെക്കണമെന്ന്. ഇവിടെ നിന്നല്ല, എവിടെയാണെങ്കിലും വീട് വാങ്ങിക്കുമ്പോൾ വെക്കണമെന്ന് പറഞ്ഞ് കൊണ്ടു തന്നത്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം പെറുക്കി വന്നതിൻ്റെ കൂട്ടത്തിൽ എവിടെയോ ആണ് അത് വെച്ചിരിക്കുന്നത്. പക്ഷേ എവിടെയാണെന്ന് ഓർത്തെടുക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. വന്ന ദിവസം തൊട്ട് എന്നെ പറഞ്ഞ് എന്ത് ചെയ്യുക, അത് എവിടെ കൊണ്ട് കളഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇന്നലെ ഞാനത് തപ്പിയെടുത്ത്, ഇന്നലെ അല്ല, ഒരു 4 ദിവസമായിട്ട് അത് തപ്പിയെടുത്ത് ഞാൻ ഒരു ഫയലിൽ കൊണ്ട് നടക്കുവാണ്. അതൊന്ന് ലാമിനേറ്റ് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഇന്നെന്തായാലും ഞാൻ ലാമിനേറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് അമ്മയെ കാണിച്ചില്ല, നമുക്ക് കാണിക്കാം ഏതാണ്. ഇതാണ്, ഇത് ഞാൻ ലാമിനേറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. ഫ്രെയിം ചെയ്തില്ല, ലാമിനേഷനാണ് കേട്ടോ. പിന്നെ മുത്തിൻ്റെ +2 ഫോട്ടോയും ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തപ്പോഴാണ് ഓർത്തത്, അതും ലാമിനേറ്റ് ചെയ്തിട്ടില്ലായിരുന്നേ. അതും ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യിച്ചു. അപ്പം ഇതൊന്ന് വെക്കണം. വെച്ചിട്ട് ഇത് മുത്തിൻ്റെ കൊടുക്കണം. അമ്മയെ കാണിച്ചില്ല, അമ്മയെ കാണിക്കട്ടെ. അമ്മയ്ക്ക് അന്നേരം സന്തോഷമാവും. കുളിച്ചിട്ട് വരട്ടെ. ിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാലിക്കുമോ? ഇവിടെ വെക്കാൻ നല്ലത് തിണക്ക്. എവിടെയെങ്കിലും പോകുമ്പോഴും വരുമ്പോഴും അവിടെ ഫോട്ടോ മനസ്സിൽ കണ്ടു കാണണം കേട്ടോ. ഇവിടെ വരണമേ, ഫോട്ടോ ഇങ്ങോട്ട് വന്നേ. പോകാത്ത രീതിയിൽ അടിക്കണം കേട്ടോ. മതി. ഇല്ല നേരെ. മറ്റേത് ഇത് ഇങ്ങനെ ഇടുന്നേ, ഇത് ഇവിടെ ഇടാൻ പറ്റൂല. ഇപ്പൊ ഞാൻ ഇവിടെ ഇട്ടാലേ, അപ്പൊ ഞാൻ ആലോചിച്ച് കളയട്ടെ. വേണ്ട, ഇതിന്റെ നീളം നോക്കി ആ ജനലിന്റെ അതിൻ്റെ 2 ഇടയ്ക്കോട്ട്. ഇതവിടെ ഇരിക്കുവായിരുന്നു. ഓ ഇല്ല, അതളകത്തില്ല. അല്ല, അത് വേറെ, ഇത് പുതിയതാ. അവിടെ ഇരുന്ന് ഇനി ഒട്ടിച്ചായിരിക്കത്തില്ല. കളാ, ഇതെല്ലാം ഇപ്പൊ ഡബിൾ സൈഡ് ടേപ്പിന്റെ. ആ പെയിന്റ് ഇളകി പറയുന്ന പോലും ഇല്ല കേട്ടോ. പ്രൈമർ അടിച്ചേക്കുന്നു.
ഞാൻ വിചാരിച്ച നടക്കും. അമ്മ വിചാരിച്ചാണ് ഞാൻ പട്ടിണിക്കിടണോ? വൈകിട്ട് അപ്പമ്മേ അയ്യോ അപ്പമ്മയ്ക്ക് പോയി അയ്യോ അതിനകത്തൊന്നും വിടാൻ വയ്യ അവർക്ക്. അമ്മയ്ക്ക് രോഗമുണ്ട്. ഇതല്ലേ അച്ഛനോട്ട് പോയി നമുക്ക് ഇന്ന് ഇച്ചിരി പായസം കിട്ടിയായിരുന്നു. ഞാൻ അത് കൊണ്ടുവന്ന് അവർക്ക് ഇച്ചിരി അവന്റെ പങ്ക് കൊടുത്തു. ജാനിക്കുട്ടിക്ക് ഇച്ചിരി കൊടുത്തു. അമ്മയ്ക്ക് പിന്നെ വേണ്ടാന്ന് പിന്നെ പറഞ്ഞു. കോഴിക്കട്ട വേണ്ടേ? കോഴിക്കട്ട തെരണ്ടിക്കറി. കപ്പയും തെരണ്ടിക്കറിയും ഇന്ന് രാത്രിയിൽ ഒരാൾ കഴിക്കുന്നത്. ചോറ് വേണ്ട. അടുത്ത ആളിന് എന്തൊക്കെയാ വേണമെന്ന് ഒരു കഴിച്ചതായിട്ട് അവർക്ക് അറിയത്തില്ല. വാങ്ങിച്ച് അവർക്ക് കറി വെച്ച് കൊടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കപ്പ തരുന്നതിന്റെ തൈര് ഇത് കുരുമുളക് എടുത്ത് കഴിഞ്ഞ് വെയിലത്തോട്ട് വെച്ച് പൊടിക്കാൻ. ഉണങ്ങിയ തുണിയല്ല അവിടെ കിട്ടുകൊണ്ട് കിട്ടാൻ പാടൊക്കെ. മഴയൊന്നും പെയ്തല്ലേ. ഇവർ രണ്ട് മോനെ മക്കളെ വിളിച്ച് ഞാൻ ഓടുക. എൻ്റെ തുണി ഇവിടെ കയ്യിലില്ല. എനിക്ക് ഓടാൻ പറ്റും. അച്ഛനോട് കഥ തോന്നിയിരിക്കും. ഞാൻ പിന്നെ അതെല്ലാം എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് കഞ്ഞി ഒരു വരുവായി വെന്തുപോയി. 2 ദിവസം ചിക്കനും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് ഇന്നലെയും ഇന്നുമൊക്കെ എന്താ പറയുന്നത് സാധാരണ ഭക്ഷണമായിരുന്നു. അതുകൊണ്ട് ഇന്ന് അമ്മ കഞ്ഞി വെച്ചു, പയറുതോരൻ വെച്ചു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, കടുമാങ്ങ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അവരതാ കഴിച്ചത്. പിന്നെ രാവിലെ കൊഴുക്കട്ട ഉണ്ടാക്കി. കൊഴുക്കട്ട വണ്ടിനകത്ത് ഇനിയിരിക്കുന്നു. അവർക്ക് അരിപ്പൊടിയുടെ കൊഴുക്കട്ട വേണമെന്ന് പറഞ്ഞു. ഞാൻ വലിയതായിട്ട് ഉണ്ടാക്കിയത് അതിനിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി കഞ്ഞി കുടിക്കാൻ പോകും. അപ്പോൾ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനും ഇമ്മിണി കഞ്ഞി എടുത്തു, പയറുതോരനെടുത്തു, പപ്പടം എടുത്തു, കടുമാങ്ങ എടുത്തു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അതായത് ഞായറാഴ്ചത്തെ വീഡിയോയിൽ ഞാൻ കഴിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞില്ലാന്നേ. അന്ന് പൊറോട്ടയായിരുന്നു. സാധാരണ ചോറെടുക്കുമ്പം കഴിച്ചിട്ട് വരട്ടെ എന്ന് പറയുമെന്നൊക്കെ ഒരു കമൻറ്റ് ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു. പകൽ നമ്മൾ പതിവിലും കൂടുതലുള്ള ജോലിയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് വയ്യായിരുന്നു പ്രിയങ്ങളെ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആ വീഡിയോ അങ്ങ് നിർത്തിയത്. അപ്പോൾ എല്ലാവരും എൻ്റെ അവസ്ഥ മനസ്സിലാക്കണമെന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം. നാളെ കാണാം കേട്ടോ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.